അപ്പോൾ പുതിയൊരു ഈവനിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മക്രോണി ഉണ്ടാക്കൽ. മക്രോണിയോ മാക്രോണിയോ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ വൈകുന്നേരം നീറ്റ് വന്നപ്പോൾ അമ്മ മക്രോണി ഉണ്ടാക്കൽ. എൻ്റെ നല്ല മനസ്സോടെ അമ്മയോട് വെച്ച് സഹായിക്കണം, അമ്മ വേണ്ട സഹായിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അടുത്ത പണി ക്യാമറ കണ്ണുകൾ കൊണ്ട് എല്ലാം ഒപ്പിയെടുക്കലായിരുന്നു. അങ്ങനെ ഓരോന്ന് ഒപ്പിയെടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മാനെ സഹായിക്കണം എന്നൊക്കെ, പക്ഷേ വീഡിയോ എടുക്കണമെന്നുണ്ട്, രണ്ടും കൂടി നടക്കൂല. അതുകൊണ്ട് ഞാൻ സഹായിച്ചില്ല. അല്ലെങ്കിൽ ഇടം വലം നോക്കാതെ സഹായിച്ചിരുന്നു. പിന്നെ നോൺ സ്റ്റിക്ക് പാനൊക്കെ വെച്ചിട്ട് വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ നല്ല സാധനങ്ങൾ കൈക്കിട്ട് കൊടുത്തിട്ട് ഉള്ളി ഉണ്ടിട്ടാ അതെല്ലാം ബ്രൗൺ കളറായി വരുന്നവരെ വാട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ഒരു ഭാഗത്ത്, ഞാൻ പറയുന്ന ഒരു ഭാഗത്ത്. എന്താ കഥ സാരില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാവണ്ടല്ലോ അല്ലേ? നമുക്കത് മതി. ഞാൻ വോയിസ് ഓവർ എടുത്ത് ബോധ്യമായപ്പോൾ മഴയുണ്ട്, മഴൻ്റെ സൗണ്ടിൽ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ഒന്ന് ക്ഷമിക്കുക, സഹായിക്കുക. പിന്നെ മഴ മാറി വന്ന് വോയിസ് ഓവർ കൊടുക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് അമ്മ വാട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ വാട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കുമ്മ ചില്ലി ഫ്ലേക്സ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെന്താണ് കുരുമുളക് പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടെടുത്തിട്ട് വയറ്റി കൊടുക്കുകയാണ്. ഞാൻ അമ്മയുടെ വൈറ്റ് സോസ് മക്രോണി ഉണ്ടാക്കാനാണ് പറയുന്നത്. പക്ഷേ അമ്മ യെല്ലോ സോസ് ഇല്ലാത്ത മക്രോണി ഉണ്ടാക്കിയത്. നമ്മളെ വാക്കിൻ്റെ ഒരു വില വേണ്ടേ? നോ വില. അതിൻ്റെ ഇടയിൽ കൂടി ഐഫിൻ്റെ ഒരു ഗുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മീൻസ് തംസ് അപ്പ്. പിന്നെ അമ്മ 2 മുട്ടയൊക്കെ പാർന്ന് കൊടുക്കുന്നുണ്ട്. മുട്ടയിലിട്ടിട്ട് ചിക്കാനാട്ടാ. ഇത് വൈറ്റ് സോസ് പാസ്ത അല്ലല്ലോ, അതുകൊണ്ടാട്ടോ അങ്ങനെ ഉണ്ടാക്കണം. വൈറ്റ് സോസ് മക്രോണി, പാസ്ത മക്രോണി മാറി പോകണ്ടക്ക്. മുട്ട പാർന്നെടുത്തിട്ട് ഞാൻ ചിക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു മഞ്ഞ കളറൊക്കെ വെന്ത് വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഇളക്കി കൊടുക്കലാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങളുടെ വീട്ടിലെ ചെറുത് വന്നിട്ട് മുട്ടായി കഴിയിട്ടാണ്. എന്നിട്ട് അവർക്ക് ഞങ്ങൾ ഞാടീബലം കൊടുത്തിട്ടുള്ള പ്രാങ്ക് ആക്കി. എന്നിട്ട് മറ്റാളത് കടിച്ച് മുറിക്കാട്ടോ. അണക്കത്തെ വല്ലമൊക്കെ ഇട്ട് പേരൊക്കെ കടിക്കണമാതിരി കടിച്ച് മുറിക്കേണ്ട ആൾ. നാടീബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കര, പിന്നെ അതേമാതിരി തേങ്ങ, ചെറിയുള്ളി അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ടാക്കി വരുന്ന സാധനമാണ്. ബ്രൗൺ കളർ ഇക്കാര സാധനം. ആ സാധനമാണ് ഈ സാധനം. അങ്ങനെ നമ്മൾ മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വേവിച്ച് വെച്ചില്ലേ, ആ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഡ്രൈ ആയി പോയോ എന്നൊരു ഡൗട്ട്. അപ്പം പറഞ്ഞ് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റേ ടാറ്റടിക്കിൻ്റെ ക്യാമറ ഒക്കെ ഇട്ടുന്ന അപ്പോൾ അതെടുത്ത് വീസണ് ഓരോരോ കുസൃതികൾ. അങ്ങനെ സാധനം റെഡി ആയതിന് ശേഷം പിന്നെ ഒരു മെയിൻ ആവരുതാ. അവസാനമായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പം അമ്മ നിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് ഇല്ലെങ്കിൽ ഇന്നൊന്നും മെയിൻ അമ്മ സമ്മതിക്കില്ല. എന്തൊരു അത് വല്ലാത്തൊരു ഇങ്ങനെ ഒരു ഇത് നമ്മപ്പില്ല എന്നുണ്ടപ്പോൾ ഒന്നും കൂടി ഇപ്പോൾ വിതറി കൊടുക്കുന്നുണ്ട്. അവസാനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫോളോ ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.